ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നിർധന യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കി ഒരു സാമുദായിക സംഘടന. തീർത്തും വിഭിന്നമായി മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികൾക്കാണ് അവർ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ അവിസ്മരണീയ മുഹൂർത്തമൊരുക്കിയത്. കല്യാണം എന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാത്തവർക്കായി NSS കരയോഗം നടത്തിയ മംഗല്യോത്സവം മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടതാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സമൂഹ വിവാഹം മാതൃകയായി. NSSന്റെ മംഗലോത്സവത്തിൽ 10 യുവതികൾ സുമംഗലികളായി. കാലഘട്ടത്തിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ. സാമൂഹ്യ നന്മയിൽ അധിഷ്ഠിതമായ പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ലെന്ന് കളക്ടർ N. പ്രശാന്ത്. വാർത്തകൾ വിശദമായി. കാലഘട്ടത്തിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ജീവനക്കാർക്ക് ഒരുക്കിക്കൊടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് കൃഷിമന്ത്രി KP മോഹനൻ. കേരള NGO സെന്റർ 37ാം സംസ്ഥാന സമ്മേളനം ഡോക്ടർ UR അനന്തമൂർത്തി നഗർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള NGO സെന്റർ 37ാം സംസ്ഥാന സമ്മേളനം ഡോക്ടർ UR അനന്തമൂർത്തി നഗർ ടൗൺ ഹാളിൽ നടന്നുവരുന്നു. കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാലഘട്ടത്തിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ജീവനക്കാർക്ക് ഒരുക്കിക്കൊടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. വിദ്യാഭ്യാസ പരിഷ്കരണം വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണം, മറിച്ച് ഏതാനും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാവരുത്. എല്ലാ മേഖലയിലുമുള്ള മാറ്റങ്ങൾ ആ മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്ത് വേണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണം പാഠ്യപരിഷ്കരണ പദ്ധതി എന്ന് പറയുമ്പോൾ അത് മന്ത്രിയും അതുപോലെ തന്നെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരും കുറച്ച് ഏതാണ് രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ നേതാക്കന്മാരും മാത്രം ആലോചിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പരിഷ്കരണം ഉണ്ടാകുമ്പോൾ അതൊരിക്കലും തന്നെ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആവുന്നില്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്നത് വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണം. സ്വാഗത സംഘം ചെയർമാൻ മനയത്ത് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് മനോജ് T. സാരംഗ് അധ്യക്ഷത വഹിച്ചു. യുവജനതാദൾ പ്രസിഡന്റ് സലീം മടവൂർ, വർഗീസ് ജോസഫ്, ചാറുവല രവി, ഷെയ്ഖ് P. ഹാരിസ്, മനോജ് സാരംഗ്, മഹിളാ ജനതാദൾ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആനി CT, ലോയേഴ്സ് സെന്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു വേളങ്ങാടൻ, വിദ്യാർത്ഥി ജനതാ പ്രസിഡന്റ് നിഷാദ് പൊന്നങ്ങണ്ടി, ജനതാദൾ കോഴിക്കോട് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ജയൻ വെസ്റ്റ് ഹിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ MK മൊയ്തു കൃതജ്ഞത രേഖപ്പെടുത്തി. 10 യുവതികളുടെ വിവാഹ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. ബിലാത്തികുളം NSS കരയോഗം പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടത്തിയ മംഗല്യോത്സവത്തിൽ വധൂവരന്മാർ പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചു. MK രാഘവൻ MP, A. പ്രദീപ്കുമാർ MLA, കളക്ടർ N. പ്രശാന്ത് തുടങ്ങിയവർ വധൂവരന്മാരെ ആശീർവദിച്ചു. ഒട്ടേറെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയരായ ബിലാത്തികുളം NSS കരയോഗം 10 യുവതികൾക്കാണ് മാംഗല്യം ഒരുക്കിയത്. പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട 10 പേർ സുമംഗലികളായി. വയനാട്ടിലെ ചെട്ടി സമുദായത്തിൽപ്പെട്ട 8 യുവതികളും മുസ്ലിം സമുദായത്തിൽപ്പെട്ട 1 യുവതിയും സമൂഹ വിവാഹത്തിൽ വിവാഹിതരായി. ചേളന്നൂർ നന്മ അനാഥാലയത്തിലെ ധന്യയുടെ വിവാഹം മുൻ നിശ്ചയിച്ച പ്രകാരം നടത്താൻ ആവശ്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും ബിലാത്തികുളം NSS കരയോഗം വനിതാ സമാജം സെക്രട്ടറി ഡോക്ടർ K. ഷീല ധന്യയ്ക്ക് കൈമാറി. 1.5 പവന്റെ മാലയും 1 ഗ്രാമിന്റെ താലിയും കല്യാണ വസ്ത്രങ്ങളും പിന്നീട് ഉപയോഗത്തിനുള്ള വസ്ത്രങ്ങളും വധുക്കൾക്ക് നൽകി. രതീഷും രാധികയുമാണ് ആദ്യമായി കതിർമണ്ഡപത്തിൽ പ്രവേശിച്ചത്.
തിരുവണ്ണൂർ സ്വദേശിയായ ഷമീനയ്ക്ക് വരൻ റിയാസ് മംഗലോത്സവത്തിൽ അവസാനമായി താലി ചാർത്തി. MK രാഘവൻ MP, A പ്രദീപ് കുമാർ MLA, കളക്ടർ N പ്രശാന്ത് തുടങ്ങിയവർ വധുവരന്മാരെ ആശീർവദിച്ചു. കരയോഗം ഭാരവാഹികളായ KP രാമചന്ദ്രൻ, വത്സല ഗോപിനാഥ്, K രാഘവനുണ്ണി, KM ശശിധരൻ, O രാജഗോപാൽ, K അനന്തൻ നായർ, KT അജിത്, K ഗോവിന്ദൻകുട്ടി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വധുവരന്മാരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സന്നിഹിതരായിരുന്നു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള മാനസിക രോഗികളുടെ പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന DPRPയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ N പ്രശാന്ത് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ സഹകരണത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. മാനസിക രോഗികളുടെ പുനരധിവാസം, സുതാര്യവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ഹാളിൽ ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടർ N പ്രശാന്ത് അന്താരാഷ്ട്ര ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മാനസിക ആരോഗ്യം കുറഞ്ഞുവരുന്ന അവസ്ഥയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്നും പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിന് യഥാസമയം പരിഗണന ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സാമൂഹ്യ നന്മയിൽ അധിഷ്ഠിതമായ പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെന്റൽ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് കൂടുതൽ ശ്രദ്ധിക്കാൻ കുറച്ചെങ്കിലും സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. മറ്റു പല സംസ്ഥാനങ്ങളും ഡയഗ്നോസിസ് അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ തന്നെയില്ല. ഇവിടെ അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇംഹാൻസ് ഡയറക്ടർ ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ രവികുമാർ, വെള്ളിമാടുകുന്നിൽ പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് V പുഷ്പ, കുര്യൻ ജോസഫ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകളെടുത്തു. ബേപ്പൂർ തമ്പിറോഡ് മഠത്തിൽ പറമ്പിൽ ലോഹിതാക്ഷന്റെ മകൾ S വിപിനയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനായ പ്രതി പ്രജീഷിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തന്റെ മരണത്തിന് ഉത്തരവാദി പ്രജീഷാണെന്ന് വിപിന ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിനും ഇത് വ്യക്തമായ സാഹചര്യത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറാവണമെന്നും ആക്ഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബിരുദധാരിയായ വിപിന അഡ്വക്കേറ്റ് സൂര്യസെന്നുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് മാങ്കാവ് സ്വദേശി പ്രജീഷുമായി അടുക്കുന്നത്. വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് വിപിന പ്രജീഷിനോടൊപ്പം താമസം തുടങ്ങിയത്. തന്റെ മരണക്കുറിപ്പിൽ പ്രജീഷാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് വിപിന വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിക്ക് ഉന്നത തലത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നും അതുകൊണ്ടാണ് മരണം നടന്ന് 5 മാസത്തിനു ശേഷവും പ്രജീഷിനെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കേസ് ചാർജ് ചെയ്തതിനു ശേഷമാണ് പ്രതി ദേവസ്വം മേഖലാ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തത്. കൊലക്കേസ് പ്രതിയെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കാൻ അനുവദിക്കില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ കരുവള്ളി ശശി, P മാധവദാസ് എന്നിവർ പറഞ്ഞു. ഒരു സംഭവമാണ്. ഒരു കുട്ടി മരിക്കാനിടയായാലും ഒരു പൊതുപ്രവർത്തകൻ എന്ന് ഉള്ള ഒരാള് ഇതിന് ഉത്തരവാദിയാകുക, ഇദ്ദേഹത്തിനെ പോലീസ് പല രൂപത്തിലും സഹായിക്കാനുണ്ടെന്ന് ഇതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. പ്രജീഷിനെ അറസ്റ്റ് ചെയ്യാത്തതിലും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നതിലും പ്രതിഷേധിച്ച് മെയ് 8-ന് ബേപ്പൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ മുരളി ബേപ്പൂർ, കോർപ്പറേഷൻ നഗരാസൂത്രണ ചെയർപേഴ്സൺ T രജനി, ആക്ഷൻ കമ്മിറ്റി കൺവീനർ TP അബ്ദുറഹിമാൻ, K വിശ്വനാഥൻ, വിപിനയുടെ പിതാവ് ലോഹിതാക്ഷൻ എന്നിവരും പങ്കെടുത്തു. വിഷുവിന്റെ വരവറിയിച്ചുകൊണ്ട് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. വേനൽ കണക്കുമ്പോഴാണ് കൊന്ന പൂക്കുക. പലയിടങ്ങളിലും മാർച്ച് മാസത്തോടെ തന്നെ കൊന്നകൾ പൂത്തുലഞ്ഞു. കണിവെക്കുന്ന തളികയിൽ കൊന്നപ്പൂ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഓർമ്മകളെ കുളിരണിയിക്കുന്ന സമൃദ്ധിയിലേക്കുള്ള യാത്രയാണ് വിഷുക്കാലം നമുക്ക് സമ്മാനിക്കുന്നത്. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും നിറക്കാഴ്ചകളുടെ പൂത്താലമേന്തി വഴിയോരങ്ങളിലെങ്ങും വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കണിക്കൊന്ന പൂവുകൾ. നീലാകാശത്തിനു താഴെ മഞ്ഞപ്പട്ടുടുത്ത ലാസ്യമനോഹാരിതയുടെ സൗന്ദര്യമാണ് കണിക്കുന്ന മരം നമുക്കായി കാത്തുവെക്കുന്നത്. വിഷു വസന്തത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ്, ഒപ്പം കണിക്കാഴ്ചകളുടെയും.
കാലം തെറ്റി പൊഴിഞ്ഞു വീഴുന്ന കണിക്കൊന്ന പൂവുകൾ ഇതിനു മുൻപ് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. വിദഗ്ധർ ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്തു. കാലാവസ്ഥയിൽ സംഭവിച്ച വ്യതിയാനമാണ് കണിക്കൊന്ന പൂവുകൾ നേരത്തെ പൂവിടുന്നതിന് കാരണമാകുന്നുവെന്നായിരുന്നു കണ്ടെത്തൽ. അതുകൊണ്ടുതന്നെ മാർച്ച് മാസത്തിൽ മഞ്ഞവർണ്ണങ്ങൾ നിറച്ച് പൂത്താലമേന്തി സമൃദ്ധിയുടെ കണിക്കാഴ്ചകളുമേന്തി കൊന്നമരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട്. വഴിയോരങ്ങളിൽ കണ്ണിന് കുളിർമയേകുന്ന നിറങ്ങളുമായി. കൊന്നപ്പൂവിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് കവികളും പാടി പുകഴ്ത്തിയിട്ടുണ്ട്. വിഷുപക്ഷിയുടെ പാട്ടും കണിയൊരുക്കലും നമുക്ക് മുൻപിലെത്തുമ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന മരം ശുഭാപ്തി വിശ്വാസത്തിന്റെ. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. വിശുദ്ധ ഖുർആനിലും ബൈബിളിലും പരാമർശിക്കുന്ന നൂഹയുടെ പേടകം ഇത് പുനരവതരിക്കുന്നു. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഏപ്രിൽ 1 മുതൽ 20 വരെ ഹാഫ് ബേക്ക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക പുഷ്പമേള. വിദേശീന മത്സ്യങ്ങൾ, കിളികൾ, പ്രാവുകൾ, കോഴികൾ, നായകൾ തുടങ്ങി എല്ലാവിധ ഓമന വളർത്തുമൃഗങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും. വ്യത്യസ്തങ്ങളായ ഗൃഹോപകരണങ്ങളുടെ ഷോപ്പിംഗ് മാമാങ്കം. ഒപ്പം രുചിപ്പൂരമൊരുക്കി ഫുഡ് ഫെസ്റ്റിവലും. രാവിലെ 11 മണി മുതൽ 8:30 വരെ. ഫ്ലാഷ്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. സ്വന്തം തറികളിൽ കല്യാൺ സിൽക്സ് നെയ്തൊരുക്കുന്ന മംഗല്യപ്പട്ട് 1 നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമാണ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 21 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഓഫ് BRC എംപ്ലോയീസ് കേരളയുടെ സംസ്ഥാന സമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ഉദ്ഘാടനം ചെയ്തു. ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ സംഘടിത ശക്തി ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. പ്രതിനിധി സമ്മേളനം PK ബാവ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഏറെ ആക്കം കൂട്ടിയ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സർവശിക്ഷ അഭിയാന്റെ പ്രൊജക്ടിന്റെ തുടക്കം മുതൽ തന്നെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിലും ജില്ലാ പ്രൊജക്ട് ഓഫീസുകളിലും ജോലി ചെയ്തു വരുന്ന അധ്യാപകേതര ജീവനക്കാരുടെ സംസ്ഥാനതല കൂട്ടായ്മയാണ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഓഫ് BRC എംപ്ലോയീസ് കേരള. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് മലബാർ ചേംബർ ഹാളിൽ നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് ഉദ്ഘാടനം ചെയ്തു. അധികാരികളിൽ നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ സംഘടിത ശക്തി ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ സംഘടനകളുടെ കാര്യത്തിൽ, സംഘടനകൾ പറയുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എല്ലാവിധ സംഘടനകളുടെയും, മാനേജ്മെന്റ് സംഘടനകളാണെങ്കിലും അധ്യാപക സംഘടനകളാണെങ്കിലും വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും എല്ലാം അവരുടെ എല്ലാം ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ന്യായമായ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ മേഖലയെ സംബന്ധിച്ച് അറിയുന്ന എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. SOBE സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് കോറോത്ത് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KS സുലൈമാൻ, ലീഗ് സംസ്ഥാന സെക്രട്ടറി TPM സാഹിർ, ജില്ലാ സെക്രട്ടറി MA റസാഖ് മാസ്റ്റർ, SSA കേരള പ്രോഗ്രാം ഓഫീസർ അബ്ദുള്ള വാവൂർ, ലൈസൺ ഓഫീസർ ഷറഫുദ്ദീനി, K വത്സൻ, P അസൈൻ, S സന്തോഷ് കുമാർ, TP അബ്ദുൽ ഗഫൂർ, മുഹമ്മദ് ഷിബി, യഹ്ഗാൻ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം ലീഗ് സംസ്ഥാന ട്രഷറർ PK ബാവ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്തു. വേനൽ വരും മുൻപേ നിള നീർച്ചാലാവുകയാണ്. നിളയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന കുറ്റിപ്പുറം മേഖലയിലെ 8ലധികം ജലസേചന പദ്ധതികളും ഇതോടെ അവതാളത്തിലായിരിക്കുകയാണ്. മണൽപ്പരപ്പിലൂടെ തോട് കീറിയാൽ പോലും വെള്ളം കാണാത്ത സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നിള. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽപ്പരപ്പ്, ഇടയ്ക്ക് ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ചങ്ങണ പുൽക്കാടുകൾ, ഇതിനിടയിലെവിടെയോ ഒരു തോട് പോലെ ഒഴുകുന്നു നിള. പോഷക പ്രവാഹങ്ങൾ ചേരുന്നിടത്ത് അല്പം ഒഴുക്കുണ്ട്. പലയിടത്തും മണൽച്ചാക്കുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് പുഴയെ. ഇങ്ങനെ കെട്ടിനിർത്തുന്ന വെള്ളമാണ് കുടിവെള്ള പദ്ധതികൾക്ക് ഉപയോഗിക്കുന്നത്. കുടിവെള്ളം പമ്പ് ചെയ്യുന്ന കുഴലുകളിലേക്ക് വെള്ളം എത്തിക്കാൻ പലയിടത്തും JCB ഉപയോഗിച്ച് ആഴത്തിൽ ചാലുണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ടും പക്ഷേ ഫലമില്ലെന്ന് മാത്രം.
കുറ്റിപ്പുറം തീരത്തെ പ്രധാന ജലസേചന പദ്ധതി കേന്ദ്രമായ തവനൂരിലെ കാഴ്ചയാണിത്. 1.5 കിലോമീറ്ററിലേറെ പടർന്നു കിടക്കുന്ന ഈ കുറ്റിക്കാടുകൾക്കപ്പുറത്താണ് പുഴയിലെ നീരൊഴുകും വഴി. നദിയെ ഇക്കരെ കാണിക്കാൻ ഇനി തോട് വെട്ടണം. ഇനി തോട് വെട്ടിയെത്തുമ്പോഴേക്കും അതുവഴിയുള്ള ഒഴുക്കും ഒരുപക്ഷെ വറ്റിയിട്ടുണ്ടാകും. മണലൊക്കെ വാരിപ്പോയതിന് ശേഷം ചെറുതായിട്ട് ഉള്ള വെള്ളം ഒരു ചെറിയ ഇടുക്കും കൂടെ ഒലിച്ചു പോവുക, പരന്നൊലിക്കില്ല. ഓരോ ഭാഗത്തേക്ക് മണലെടുക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഉണ്ടാവും, അപ്പോൾ ആ വെള്ളം ആ ഭാഗത്തൂടെ പോകും. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പുഴയിൽ തോടുണ്ടാക്കിയാലേ ഇനിയിപ്പോൾ ഇവിടേക്ക് വെള്ളം കിട്ടുള്ളൂ. മീനമാസ സൂര്യൻ ചൂടുപിടിക്കും മുമ്പേ വറ്റിവരേണ്ട പുഴ ആശങ്കയിലാക്കുന്നത് ഒരുപാട് ജനങ്ങളെയാണ്. ഈ വേനലിന്റെ വരൾച്ചയും ക്ഷാമവും പരിഹരിക്കാൻ വേണ്ട ആസൂത്രണം തുടങ്ങേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു. ക്യാമറാമാൻ സന്ദീപിനൊപ്പം നിഖിലീശ്വർ, മലപ്പുറം. ആധ്യാത്മികാചാര്യൻ AK.B. നായരെ കുറിച്ചുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ എന്ന ഡോക്യുമെന്ററി സ്വിച്ച് ഓൺ കർമ്മം അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. 5 പതിറ്റാണ്ടായി ആധ്യാത്മിക, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ് ആധ്യാത്മികാചാര്യൻ AK.B. നായർ. ആധ്യാത്മിക വിഷയങ്ങളെ അധികരിച്ച് 15,000-ഓളം പ്രഭാഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വാക്കുകൾ കേൾക്കുമ്പോൾ എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത്. അളകാപുരി ഓഡിറ്റോറിയത്തിൽ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഭദ്രദീപം കൊളുത്തി. സ്വിച്ച് ഓൺ കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. ചടങ്ങിൽ AK.B. നായർ, ഡോക്ടർ പ്രിയദർശൻ ലാൽ, T. ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വേണു താമരശ്ശേരിയാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്യുന്നത്. KP. നായർ നിർമ്മാണം, അജീഷ് കുട്ടൻ രചന, പ്രശാന്ത് പ്രണവം ക്യാമറ എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. കോഴിക്കോടൻ തനിമയുള്ള പാട്ടുകൾ യൂസഫലി കേച്ചേരിയുടെ പ്രത്യേകതയായിരുന്നുവെന്ന് ജില്ലാ കളക്ടർ N. പ്രശാന്ത്. സംഗീതാസ്വാദകരുടെ കൂട്ടായ്മയായ വാർമുകിലിന്റെയും മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ടൗൺഹാളിൽ നടന്ന യൂസഫലി കേച്ചേരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗീതാസ്വാദകരുടെ കൂട്ടായ്മയായ വാർമുകിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓഫ് മ്യൂസിക് ലവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷനുമായി സഹകരിച്ച് യൂസഫലി കേച്ചേരി അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു. സ്വരരാഗ ഗംഗാ പ്രവാഹം എന്ന പേരിൽ ടൗൺഹാളിൽ നടന്ന പരിപാടി കളക്ടർ N. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂരുകാരനായിരുന്നെങ്കിലും തൃശ്ശൂർ ജനിച്ച വ്യക്തിയാണെങ്കിലും ഒരുപക്ഷെ കോഴിക്കോടുകാർക്ക് വളരെയധികം ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നാൻ മാത്രം നമ്മുടെ ഒരു കോഴിക്കോടൻ ടച്ചുള്ള കുറെ പാട്ടുകൾ അത് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കോഴിക്കോടിന്റെ ഐഡന്റിറ്റി വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരാൻ സാധിച്ച ഒരു ഗാനരചയിതാവാണ്. മാത്രമല്ല കോഴിക്കോടിന് തനിമയുള്ള പാട്ടുകൾ യൂസഫലി കേച്ചേരിയുടെ പ്രത്യേകതകളായിരുന്നുവെന്ന് കലക്ടർ പറഞ്ഞു. പഴയകാല കീർത്തനങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. അതുപോലെ ഭക്തിയും റൊമാന്റിക്കും ഗസൽ ശൈലിയുമുള്ള പാട്ടുകൾ അദ്ദേഹം എഴുതി. പ്രതിഭയുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള പാട്ടുകൾ എഴുതാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. വിനീഷ് വിദ്യാധരൻ അധ്യക്ഷനായിരുന്നു. VK ശ്രീരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂസഫലി കേച്ചേരിയുടെ മകൾ ഹസീന, ഭർത്താവ് അഡ്വക്കേറ്റ് അൻവർ, TPM ഹാഷിർ അലി, MV റഷീദ് അലി, സുനിൽ ഭാസ്കർ, സലാം വെളയിൽ എന്നിവർ സംസാരിച്ചു. അനുസ്മരണ സമ്മേളനത്തിന് ശേഷം ഗായകൻ സുദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി. സുറുമി എഴുതിയ മിഴികളെ തുടങ്ങി 25 ഗാനങ്ങളാണ് അവതരിപ്പിച്ചത്. VM അജിത് നാരായൺ ഓർക്കസ്ട്രേഷനും നൌഷാദ് അരിക്കോട് ഗാനമേളയുടെ അവതരണവും നടത്തി. ബൈക്കിടിച്ച് മരണമടഞ്ഞ മുൻ പഞ്ചായത്ത് അംഗത്തിന് നാടിന്റെ അന്ത്യാഞ്ജലി. പരക്കലകത്ത് അഹമ്മദ് കോയയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ബേപ്പൂർ ജുമുഅത്ത് പള്ളിയിൽ ഖബറടക്കം നടന്നു. തുടർന്ന് മുദാക്കം പള്ളി പ്രസിഡന്റ് P. അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ അനുശോചന യോഗം ചേർന്നു. ബേപ്പൂർ മുദാക്കര മഹല്ല് കമ്മിറ്റി പ്രസിഡന്റും ലീഗിനെ പ്രതിനിധീകരിച്ച് മുൻ പഞ്ചായത്ത് അംഗവുമായിരുന്ന പരക്കിലകത്ത് അഹമ്മദ് കോയ ഹാജി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. നടന്നുപോകുമ്പോൾ ബൈക്കിടിച്ച് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ബേപ്പൂർ ജുമുഅത്ത് പള്ളിയിൽ ഖബറടക്കം നടന്നു. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. കുഞ്ഞുമോളാണ് ഭാര്യ. ജാബിർ, ഫൌസിയ, നൂർജഹാൻ, ഷെറിജ എന്നിവർ മക്കളാണ്. ഖബറടക്കത്തിന് ശേഷം ബേപ്പൂർ അങ്ങാടിയിൽ അനുശോചന യോഗം ചേർന്നു. മുദാക്കര ജുമുഅത്ത് പള്ളി പ്രസിഡന്റ് P. അബൂബക്കർ അധ്യക്ഷനായിരുന്നു. VP ജബ്ബാർ, ഉസ്താദ് അഷ്റഫ് ഫൈസി, MI മുഹമ്മദ് ഹാജി, ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ ജയകുമാർ, TK അബ്ദുൽ ഗഫൂർ, PP ബീരാൻ കോയ, ലാലു പ്രദീപ്, തമ്പിരാജ്, M. മുഹമ്മദ് കോയ ഹാജി, കുഞ്ഞാമു കോയ, M. മുഹമ്മദ് ബഷീർ, ഹുസൈൻ കോയ, കരിച്ചാലി പ്രേമൻ, M. വാസു, M. മെഹബൂബ് ഹാജി, P. സുഭാഷ്, C. അബ്ദുൾ മജീദ് എന്നിവർ അനുശോചന യോഗത്തിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി.
മഞ്ചേരി, വടകര, കണ്ണൂർ. Artistry Branded Jewelry Show. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. ഓയിസ്ക ഇന്റർനാഷണൽ കോഴിക്കോട് ചാപ്റ്ററിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഓയിസ്ക സെന്ററിൽ നടന്നു. ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് IAS ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഓയിസ്ക ഇന്റർനാഷണൽ കോഴിക്കോട് ചാപ്റ്ററിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഓയിസ്ക യൂത്ത് സെന്ററിൽ നടന്നു. ഡിസ്ട്രിക്ട് ചാപ്റ്റർ പ്രസിഡന്റ് KK മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങ് ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. human beings as such. ചാതർക്ക് അങ്ങനെ പറയുകയും ചെയ്തതാണ്. It's not a district that has a lot of roads, buildings and factories that really matters. നമുക്ക് വലിയ മേൽപ്പാലങ്ങളും കെട്ടിടങ്ങളും ഉള്ളതിനെക്കാട്ടിലും സമാധാനവും സ്നേഹവും സാഹോദര്യവും പരസ്പര വിശ്വാസമൊക്കെയുള്ള ജനതയുള്ള ഒരു ജില്ലയായി മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. അതിന് സന്നദ്ധ സേവന രംഗത്തുള്ള ഓയിസ്ക പോലുള്ള സംഘടനകൾ വിചാരിച്ചെങ്ങനെ നടക്കണം. അല്ലാതെ ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി ഉടനെ ഇവിടെ സമാധാനവും സാഹോദര്യവും വരാൻ പോകുന്നില്ല. ഹ്യൂമൻ ഇന്റർവെൻഷൻ, ആക്ച്വൽ ഫീൽഡ് വർക്ക്. ഓയിസ്ക ജനറൽ സെക്രട്ടറിയും ഡയറക്ടറുമായ M. അരവിന്ദ് ബാബു, സെക്രട്ടറി സജീവ് കുമാർ, PD മാത്യു, KP അബൂബക്കർ, KP ചന്ദ്രശേഖരൻ, PK നളിനാക്ഷൻ, ഡോക്ടർ R. സുരേന്ദ്രൻ, പ്രൊഫസർ തോമസ് തേവര, K. സലീം, CV ജോയ്, TO രാമചന്ദ്രൻ, KT സെബാസ്റ്റ്യൻ, സതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ വട്ടക്കിണർ YMRC റോഡ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം മേയർ AK പ്രേമജം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ മുസാഫർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. നവീകരിച്ച പയ്യാനക്കൽ YMRC വട്ടക്കിണർ റോഡിന്റെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം നിർവഹിച്ചു. കൌൺസിലർ CP മുസാഫിർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. മേലടി നാരായണൻ, C. പ്രിയകുമാർ, K. നജ്മ, M. ബിജുലാൽ, KM റഷീദ്, P. പ്രകാശൻ, PK മൻസൂർ, NA റസാഖ്, ശിവശങ്കരൻ പിള്ള, V. ഷാജിൽ കുമാർ, കോയാമു, KD അജയഘോഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വെറും റോഡ് നിർമ്മാണമാണ് വികസനമെന്ന് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ റോഡും വികസനത്തിന്റെ അനിവാര്യ ഘടകമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു റോഡ് നന്നായി നിർമ്മിച്ചു, പക്ഷേ അവിടെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം കൂടി ഒരുക്കിയാൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ റോഡിന്റെ കർത്തവ്യമല്ലേ കർമ്മം നിർവഹിക്കാൻ ഉതകുന്ന രീതിയിലാവും. പുതിയ തലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ പച്ചപ്പും ഗ്രാമീണ സൗന്ദര്യവുമാണ് ഷിജു വർണ്ണശാല എന്ന ചിത്രകലാധ്യാപകൻ ആർട്ട് ഗാലറിയിൽ നടത്തുന്ന ചിത്ര പ്രദർശനത്തിൽ നിറയുന്നത്. അക്രിലിക്കിലും ജലഛായത്തിലും തീർത്ത 75 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഗ്രാമസൗന്ദര്യത്തിന്റെ നിറങ്ങളിൽ ചലിച്ച കുറെ ചിത്രങ്ങൾ. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ഷാജു വർണ്ണശാലയുടെ ചിത്രങ്ങളിലാണ് ഗ്രാമഭംഗി തുടിക്കുന്നത്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനത്തിൽ 70 ചിത്രങ്ങളാണുള്ളത്. ഗ്രാമപശ്ചാത്തലത്തിലെ കുടിലുകളാണ് ചിത്രങ്ങളിൽ ഏറെയും. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന കുടിൽ, ഉച്ചവെയിലിൽ തിളങ്ങുന്ന മലയോരത്തെ കുടിൽ, സായാഹ്ന സന്ധ്യയിൽ മയങ്ങി നിൽക്കുന്ന പുഴയോരത്തെ കുടിൽ തുടങ്ങി വിവിധ ദൃശ്യങ്ങൾ കാഴ്ചക്കാരിൽ ഗൃഹാതുരത ഉണർത്തുന്നുണ്ട്. മരങ്ങളും സ്ത്രീരൂപങ്ങളും പുഴകളുമെല്ലാം ഇദ്ദേഹത്തിന്റെ വരയിൽ നിറയുന്നു. മരം മുറിക്കുന്നതിനെതിരെയും പ്രകൃതിനാശത്തിനെതിരെയും ചൂണ്ടുവിരലാകുന്ന ചിത്രങ്ങളുമുണ്ട്. മുറിച്ച മരത്തിന് സമീപം സ്ത്രീരൂപം പ്രാർത്ഥിക്കുന്ന ചിത്രം കാഴ്ചക്കാരെ ചിന്തിപ്പിക്കും. പ്രകൃതിയും സ്ത്രീയും ഒരുപോലെ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് ചിത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഇല പോലുമില്ലാതെ മരത്തിന് ചുവട്ടിലൂടെ ഇരുട്ടിൽ അമ്മയും കൈക്കുഞ്ഞും നിഴല് പോലെ നടന്നു നീങ്ങുന്ന ചിത്രവും അരക്ഷിതമായ സ്ത്രീയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് തെളിയിക്കുന്നത്. മോഡേൺ ആർട്ട് ഒഴിവാക്കി അക്രലിക്കിലും വാട്ടർ കളറിലുമാണ് ചിത്രങ്ങൾ വരച്ചതെന്ന് ഷാജു പറയുന്നു. കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ആസ്വദിക്കാവുന്ന തരത്തിൽ 2 വർഷമെടുത്താണ് ചിത്രങ്ങൾ ഒരുക്കിയത്. ചാത്തമംഗലം സ്വദേശിയായ ഷാജു ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമേകാൻ ആശുപത്രി വാർഡിന്റെ ചുമരുകളിൽ ചിത്രം വരയ്ക്കാറുണ്ട്. പ്രദർശനം ശനിയാഴ്ച അവസാനിക്കും.
ഗാന്ധി റോഡ് സന്മാർഗദർശിനി വായനശാലയുടെ വാർഷിക പരിപാടി കലാസന്ധ്യ ടൗൺ ഹാളിൽ നടന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കോർഡിനേറ്റിംഗ് എഡിറ്റർ ഷാജഹാൻ കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വനിതാവേദി, ബാലവേദി, കലാവേദി അംഗങ്ങളുടെ വിവിധ പരിപാടികളും അരങ്ങേറി. ഗാന്ധി റോഡ് സന്മാർഗദർശിനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വാർഷിക പരിപാടികൾ കലാസന്ധ്യ 2015 കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കോർഡിനേറ്റിംഗ് എഡിറ്റർ ഷാജഹാൻ കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KP പ്രഭാകരൻ അധ്യക്ഷം വഹിച്ചു. ലൈബ്രറിയിലെ സംഗീത വിദ്യാർത്ഥികളുടെ ട്രൂപ്പായ വോയിസ് ഓഫ് സന്മാർഗദർശിനി ഗായിക ആതിര K. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PR നാഥൻ, K. സുരേന്ദ്രനാഥ്, VP ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനിതാവേദി, ബാലവേദി, കലാവേദി, സീനിയർ സിറ്റിസൺസ് ഫോറം അംഗങ്ങളും മ്യൂസിക് ക്ലാസുകളിലെ വിദ്യാർത്ഥികളും ചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഇന്തോ കൊറിയൻ ഓർത്തോപീഡിക് ഫൌണ്ടേഷന്റെയും PK സുരേന്ദ്രൻ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഫൌണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോഴിക്കോട് മലബാർ പാലസ് ഹോട്ടലിൽ വെച്ച് സൌജന്യ സമ്പൂർണ്ണ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയാ ക്യാമ്പും അന്താരാഷ്ട്ര സന്ധിരോഗ സിമ്പോസിയവും നടത്തും. അസോസിയേഷന്റെ 15ാം വാർഷിക സമ്മേളനം ഇതോടൊപ്പം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചെലവ് കുറഞ്ഞ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള അറിവ് സാധാരണ ജനങ്ങൾക്ക് നൽകാനാണ് സൌജന്യ സന്ധി മാറ്റിവയ്ക്കൽ ക്യാമ്പും അന്താരാഷ്ട്ര സിമ്പോസിയവും നടത്തുന്നതെന്നും കോഴ്സ് ചെയർമാൻ ഡോക്ടർ ഗോപിനാഥൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൂഹ വിവാഹം മാതൃകയായി. NSSന്റെ മംഗലോത്സവത്തിൽ 10 യുവതികൾ സുമംഗലികളായി. കാലഘട്ടത്തിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ. സാമൂഹ്യ നന്മയിൽ അധിഷ്ഠിതമായ പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ലെന്ന് കളക്ടർ N. പ്രശാന്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.